Hello. Welcome to Market Discussion of the Day. Today, 10th of April 2025. Thursday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPI ഡേ ആണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ അത് നമ്മൾ നേരത്തെ പറയുകയാണ്, എന്താണ്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇന്ന് CPIയും താരിഫ് അനൗൺസ്മെൻറ്റുമായിട്ടൊക്കെ ഒരുപാട് റിലേഷൻ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ അത് ഭയങ്കരമായ, അതായത് നമ്മൾ മാർക്കറ്റ്, അതായത് നമ്മളൊക്കെ ട്രേഡിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തന്നെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഇന്നലെ പ്രതീക്ഷിക്കാം. ഇന്നലെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ അതിലും വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ടിട്ട് ബെറ്റർ മാർക്കറ്റിലൊന്ന് സ്റ്റക്കായി പോവാതെ മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ മാറി നിന്നാൽ നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് കൊണ്ട് തരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇന്നലെ തന്നെ ഗോൾഡ് ഓടിയ ഓട്ടം നിങ്ങൾ കണ്ടോ? ഗോൾഡ് എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? ഗോൾഡ് 1980 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1980 ഞാൻ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർ 1960 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു 1000-1200 പിപ്പിൻ്റെ മുകളിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിന് മുന്നേ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, ഇങ്ങനത്തുള്ള മാർക്കറ്റ് ദിവസങ്ങളിൽ ഇത് 1980 മാത്രമാണ് എനിക്കറിയാവുന്ന ഒരു പ്രോപ്പർ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൻ്റെ മുകളിലൊരു വേറൊരു എൻട്രി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അതിന് ലോങ്ങർ ടേമിൽ അപ്പോൾ ഇന്നലത്തെ ദിവസം ഹോൾഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന എനിക്ക് ഒരു രീതിയിലുള്ളൊരു റെക്കമെൻഡേഷൻസും ഇല്ല. ഓക്കെ, പറഞ്ഞു തരാനായിട്ട് ഒരു രീതിയിലുള്ള റെക്കമെൻഡേഷൻസും എനിക്ക് പറഞ്ഞു തരാനില്ല. അപ്പോൾ എന്താ പറയുക, കാരണം ഇന്ന് CPI ഡേ ആയതുകൊണ്ടിട്ടും. ഓക്കെ, സോ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 4 ദിവസത്തെ ക്രാഷ് കോഴ്സ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ, വളരെ സീരിയസ് ആയിട്ട് മാർക്കറ്റിൽ ആ ഒരു സമയം രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും മാത്രമായിട്ടാണ് നമ്മൾ മലയാളം ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഐ മീൻ ഈ ടൈമിൽ നമ്മൾ 7:30ക്കുള്ള സെയിം കാര്യമായിരിക്കും 10:30ക്കും പറയുന്നത്. 7:30ക്ക് മിസ്സായിട്ടുള്ള ആൾക്കാർക്ക് 10:30ക്ക് കയറാം. ഓക്കെ, ആ ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ആ 4 ദിവസവും ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 4 ദിവസവും കയറാൻ പറ്റും എന്ന് 100% ഉറപ്പുള്ള സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ന്യൂസ് വരുന്നത് ആക്ച്വലി ഇന്ന് UK ടൈമിംഗ് 1:30 മണിക്കാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഓക്കെ, 1:30 മണിയെന്നോ 2:30, 3:30, 4:30, 5:30, 6 മണി ഇന്ത്യൻ ടൈമിലാണ് CPIയുടെ ന്യൂസ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. സോ അത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ന്യൂസാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് 1-2 മണിക്കൂർ മുന്നേ ആയിട്ട് മാറി നിൽക്കാനാണ് നോർമലി പറയാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ ഒരു ട്രേഡ് എടുത്തത് ലോസിൽ പോയി, അപ്പം നമ്മളുടെ ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എന്നാൽ അത് പ്രോഫിറ്റ് ആവട്ടെ എന്ന് ചിന്തിക്കും. അപ്പോൾ പിന്നീട് ലോസിലോട്ട് പോയി അവസാനം എന്താ പറയുക, വലിയൊരു ലോസിലോട്ട് പോകും. അതിലും നല്ല എന്താണ്, നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങ് മാറുന്ന ശാന്തി സമാധാനം, ഒരു പ്രശ്നവുമില്ല എന്നുള്ളൊരു കാര്യത്തിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും, അല്ലേ? സോ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ആയിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ എന്താ പറയുക, ഇന്നലെ നമ്മളുടെ താരിഫ് അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പം US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറഞ്ഞു, ബാക്കിയുള്ള രാജ്യങ്ങൾക്കൊന്നും താരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്തേക്കാണ്, ചൈനയ്ക്ക് മാത്രം ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള താരിഫ് നിലവിൽ വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. അതിൻ്റെ മുകളിൽ തന്നെ ചൈന എന്താ പറയുക, ഇപ്പം US മേൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള താരിഫ് അത് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് മേലെ വീണ്ടും ഒരു 50% എക്സ്ട്രാ താരിഫും കൂടെ വരാനായിട്ട്
ആയിട്ട് വരും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ US പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആക്ച്വലി ഈ പറയുന്ന താരിഫ് ഇല്ല എന്ന് പറഞ്ഞ സമയത്തുണ്ടായ ക്യാൻഡിലാണ് ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിൽ എനിക്ക് തോന്നുന്നത് അത് ഓക്കെ ഇവിടുത്തെ 8 മണി. ഓക്കെ, അപ്പോൾ അത് ഈ താരിഫ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി 3096 ഒറ്റയടിക്ക് മാർക്കറ്റ് 3048 ആ റേഞ്ചിൽ വന്ന് നിന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലും വലിയൊരു ഓട്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബൈ സെല്ലോ എടുത്തു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ പോയി നമ്മളുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാവുകയും നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ റിയൽ വാർ അല്ലെങ്കിൽ താരിഫ് വാർ ഇവിടെ നടക്കുന്നത് ചൈനയും US തമ്മിലാണ്. അതുകൊണ്ടിട്ടാണ് ബാക്കിയുള്ള പ്രോഡക്റ്റുകളിലുള്ള ഒരു താരിഫ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ പക്ഷേ വേറൊരു കാര്യം എന്താ പറയുക, ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ എന്താ പറയുക, ഇന്നലെ ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായതല്ലേ. സോ അത് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും വിചാരിച്ചേക്കുന്നത് എല്ലാ പ്രോഡക്റ്റുകളുടെയും താരിഫ് എടുത്ത് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയൊക്കെ സ്റ്റിൽ അതിൻ്റെ താരിഫ് ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, വളരെ കുറച്ച് പ്രോഡക്റ്റുകളുടെ താരിഫുകൾ മാത്രമാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം 6:30 ശേഷം US മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഭയങ്കരമായ വൈൽഡ് വോളറ്റാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് മിക്ക ആൾക്കാരും പറയുന്നത്. ഓക്കെ, സോ അന്നത്തെ ആ ഒരു ടൈമിലൊന്നും നമ്മൾ വെറുതെ ട്രേഡ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ട്രേഡിൽ ഇറങ്ങി നോക്കാം എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇന്നലെ ആക്ച്വലി ഈ പറയുന്ന അനൗൺസ്മെൻറ്റിന് ശേഷം, താരിഫുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ട്രേഡിംഗ് 212 അല്ലെങ്കിൽ US മാർക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായൊരു റീട്രേസ്മെൻ്റ് ഉണ്ടായി. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയൊരു റീട്രേസ്മെൻ്റ് ആയിട്ടൊക്കെയാണ് ഇന്നലത്തെ ദിവസത്തിനെ കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ അത് അങ്ങനൊരു വലിയൊരു ഇമ്പാക്റ്റ് ഓക്കെ US പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയാളുടെ പവറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ അയാൾ ഇന്നത്തെ ദിവസം എടുക്കാൻ പോകും, അതും CPIയുടെ കൂടെ ഇന്ന് പുള്ളിക്കാരൻ പറയുന്നതും ചൈന പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് നോക്കാൻ നേരത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തുമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് വേറെ ഒരു റെക്കമെൻഡേഷൻസും ഇല്ല. JPY പ്രത്യേകിച്ച് ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. JPYയിൽ ഒരു കമൻറ്റും ഇല്ല. ഇന്നലെ ഓടിക്കേറി ഈ ഒരു ടൈമിൽ രാത്രി ഇവിടുത്തെ ടൈമിങ് 8 മണി എന്ന് വെച്ചാൽ ഇവിടുത്തെ 6 മണിയുടെ ക്യാൻഡിലാണിത്. ഓക്കെ, JPY മോളിപ്പോകുന്ന കണ്ടു 148 വരെ തട്ടി. ഇന്നലെ നമ്മൾ മാർക്കറ്റിൻ്റെ റേഞ്ച് ഞാൻ ടെലഗ്രാം ചാനലിൽ അയച്ചു തരാറുണ്ട് അല്ലേ. 144 to 148 ഇന്നലെ പറഞ്ഞ ഇതും. ഇന്നും അതേപോലെയൊക്കെ തന്നെ ആയിരിക്കാം. ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് മൂവ് ആവും. ഭയങ്കരമായ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് JPYയിൽ നിന്ന് മാറി നിൽക്കുക. പക്ഷേ യൂറോ എടുത്തു കഴിഞ്ഞാൽ ലോവർ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ബൈ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. യൂറോ അതിൻ്റെ തെറ്റൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് യൂറോയിൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് താഴെ കിട്ടണം. ബെറ്റർ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് 1.0800 ആണ് ഒരു ബെറ്റർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററും US പ്രസിഡന്റുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് എന്നാണ് എക്സാക്ട്ലി നടക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും, യൂറോനെ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് എന്തായി തീരും എന്നുള്ള കാര്യം ഒന്നും നമുക്കറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ താരിഫിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് US-ന് എതിരെയായിട്ടുള്ള താരിഫ് ഏപ്രിൽ 13 വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമാണ്. ഏപ്രിൽ 13 എന്ന് പറയുമ്പോൾ ഇന്ന് ഏപ്രിൽ 10, 11, 12, 13 സൺഡേ ആയിരിക്കും ഈ പറയുന്ന പർട്ടിക്കുലർ താരിഫ് യൂറോപ്പ് US-ന് മേലുള്ള താരിഫ്, അതായത് അത് വരാനായിട്ടുള്ള ന്യൂസ്. അപ്പോൾ എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റ് താഴെ കിട്ടിയാൽ 1.0800 1.0500 കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് മോർ ദാൻ 1000 പിപ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് അടുത്തൊരു 6 to 12 മന്ത്സിൽ നമുക്ക് കിട്ടും. ഐ മീൻ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $10,000 പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മിനിമം ഒരു 0.02 ലോട്ടെങ്കിലും ഇതിനകത്ത് എടുത്ത് ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ കമ്മിങ് ടു GBP, 1.2800 GBP നിൽക്കുന്നത്. ഇപ്പോൾ GBPയുടെ ഇപ്പോൾ നമുക്ക് അറിയാം, ഇന്നലെയൊക്കെ വലിയ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് പലതിലും ഉണ്ടായപ്പോഴും GBP എടുത്തു കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. ചെറിയൊരു സ്റ്റേബിളായിട്ട് തന്നെയാണ് GBP മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് GBP ഇനിയും 1.2700 1.2800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ഇന്നത്തെ ദിവസമല്ല കേട്ടോ, ഇന്നത്തെ ദിവസം മാറി നിന്നിട്ട് നമുക്ക് നാളെയൊക്കെ ആയിട്ട് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അങ്ങനെ 1.2700 കിട്ടിയാൽ ഇപ്പോൾ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ, സിംഗപ്പൂർ UK എതിരെ ചിലപ്പോൾ US 0 താരിഫായിട്ട് അനൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്താൽ ഈ GBP ഒക്കെ പറന്ന് മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പറക്കും എന്ന് പറയാം. അപ്പോൾ അത് ഓപ്പർച്യൂണിറ്റിയൊക്കെ ലൈഫിൽ തന്നെ എന്താ പറയുക, ഐ മീൻ ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ റീട്രേസ്മെൻറ്റ് കിട്ടി താഴെ കിട്ടിയാൽ GBP ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് GBPയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് 3120 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷൻസും ഇല്ല എനിക്ക് പറയാനായിട്ട്. എന്താ പറയുക, ഗോൾഡ് ഈ ഒരു പ്രൈസിലൊക്കെ തന്നെ ആയിരിക്കും കുറേ കാലം, അടുത്തൊരു 4 വർഷമൊക്കെ ഗോൾഡിൽ ഭയങ്കരമായൊരു അപ് ട്രെൻഡ് തന്നെയായിരിക്കും. താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് നമുക്ക് 2130 എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്. 2121 നിൽക്കുന്നത്. 2130 നേരത്തെ ഒന്ന് പോയിട്ട് താഴോട്ട് പോയൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മാർക്കറ്റിൽ നമ്മൾ എന്തൊരു ബൈ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊരു സെല്ലെടുത്ത് കഴിഞ്ഞാലും, സെല്ലെടുക്കാൻ പാടില്ല, പക്ഷെ എന്തായാലും മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 1930 മുകളിലായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളത്. അവിടെ അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് അതിൻ്റെ ഒരു സൂചനയാണ് കാണിച്ചിട്ടുള്ളത്. 3120 നിൽക്കുന്നു, 3100 താഴോട്ട് പോകുന്നതുമില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം, 3130 മുകളിൽ കയറിയാൽ 3160, അതിൻ്റെ മുകളിൽ പോയാൽ 3180. ഓക്കെ, അതിൻ്റെ മുകളിൽ പോയാൽ 3200 ഓൾ ടൈം ഹൈ. ഓക്കെ, സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ താരിഫിന് ഇളവുണ്ടെങ്കിൽ പോലും മാർക്കറ്റിന് അപ് ട്രെൻഡ് തന്നെ ആയിരിക്കാം കുറച്ച് കാലത്തേക്ക്. പക്ഷേ ഉറപ്പായിട്ടും വാറിനെ സംബന്ധിക്കുന്ന, റഷ്യ-ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യം അഴിവ് വരുത്തി എന്നൊക്കെയുള്ളൊരു ന്യൂസ് വന്നാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുവിടാം. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി ഗോൾഡിനകത്ത് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. എനിക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, ഇന്ന് ഗോൾഡ് എടുക്കരുത് പ്ലീസ്. ഗോൾഡ് വിട്ട് കളയൂ. ഗോൾഡ് നമ്മൾ എന്തിനാണ് വെറുതെ ഇന്ന് മാർക്കറ്റിൽ തട്ടിയാൽ, ഇപ്പം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ നമ്മൾ കയറിയെന്ന് വിചാരിച്ചോ, ചിലപ്പം ഇന്ന് നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് അടിച്ചെന്ന് വിചാരിച്ചോ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ലോട്ട് എടുത്ത് നമുക്ക് വലിയ അത്യാവശ്യം ഒരു $5000 പ്രോഫിറ്റ് അടിച്ചെന്ന് വിചാരിച്ചോ. പക്ഷേ നാളെ അല്ലെങ്കിൽ അടുത്ത വലിയൊരു ന്യൂസിൻ്റെ സമയത്ത് $5000 അല്ല $10,000 നമ്മുടെ അതിൽ നിന്ന് പോയിരിക്കും. ഓക്കെ, ഇതാണ് ഞാൻ ട്രേഡിങ്ങിനകത്ത് നിന്ന് പഠിച്ച കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് കൂട്ടുന്നത്? നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ ലൈഫിൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ വെറുതെ നമ്മുടെ ലൈഫ് വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് നല്ല ദിവസങ്ങൾ കിട്ടും, ആ ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാം എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന പല ആൾക്കാരും കണ്ടിട്ട് വെറുതെ പോവാതെ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഞാനിത് പറയാറില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക.
എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക, നല്ല ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. കോർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് ടുഡേ, സോ വിൽ ബി ഗെറ്റിംഗ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടുമോറോ. ഓക്കെ, സോ എന്ന് ഞാൻ റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.